Hi friends, welcome to Jammy's Cook and Craft. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 150 ഗ്രാം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 250 ml കപ്പിൽ ഏകദേശം 1 കപ്പ് വെർമിസെല്ലി ഉണ്ടാവും. ഞാനിവിടെ ബ്രോക്കൺ വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നീളത്തിലുള്ളതാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒടിച്ചൊടിച്ച് ഇതുപോലെ ചെറിയ പീസസ് ആക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമ്മൾ നോക്കി തന്നെ വറുത്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 പാക്കറ്റ് പാലും 4 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലും വെള്ളം ഇവിടെ നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സേമിയ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മളതിൻ്റെ സേമിയ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സേമിയയുടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ സേമിയയുടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ചതച്ച് ചേർക്കാം. ഞാനവിടെ 4-5 ഏലക്ക എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ പായസത്തിന് നമുക്ക് പ്രത്യേകം നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു 200 ml ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് ഷുഗർ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചത് കൊണ്ട് തന്നെ പായസത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ഇട്ടതിന് ശേഷം ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. ഇനി മധുരം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിയതിന് ശേഷം മാത്രം. അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്. അതായത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ പായസത്തിന്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ടും മുന്തിരിയും നെയ്യിൽ വറുത്തൂരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി ഒരു 1 hour കഴിയുമ്പോഴത്തേക്കും നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇനി അതല്ല നമ്മുടെ പായസം തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം എല്ലാവരും തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. അതിന് ശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.